ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് നോക്കി ഞാനിതിവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായോ? ഇതാണ് ലോക പ്രശസ്തമായ ആലുവ ശിവരാത്രി. നമ്മുടെ വയലാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ള സിനിമയിൽ ആലുവ ശിവരാത്രി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ശിവരാത്രി കാണേണം നീ, ആലുവ ശിവരാത്രി കാണേണം നീ. ആ പാട്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ആലുവ ശിവരാത്രി എത്ര ഫേമസ് ആണെന്നും അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നൊക്കെ. പക്ഷേ ഇന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പണ്ടത്തേക്കാളൊക്കെ വളരെ കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ സ്റ്റോളിൻ്റെയൊക്കെ ഒരു 2 ഇരട്ടി സ്റ്റോൾസൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഭയങ്കര തിരക്കും സ്ത്രീകളും പെണ്ണുങ്ങളും ജനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നടക്കാൻ പോലും പറ്റൂലായിരുന്നു. അത്ര തിരക്കൊക്കെ ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ഈ ശിവരാത്രിയെ കാണാനൊക്കെ വരുമ്പോഴൊക്കെ. അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കും അമ്മമാർക്കും ഒക്കെ വീട്ടിലേക്കുള്ള പാത്രവും ചട്ടിയും കലവും മുറമൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മേളകൾക്കൊക്കെ വന്നാൽ മാത്രമേ അവർക്കതൊക്കെ കിട്ടുകയുള്ളായിരുന്നു. ഇന്നിപ്പോൾ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ വന്നിരിക്കുന്നതോട് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് മൊബൈലിൽ 4 കുത്തിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവരുടെ ഡോർ സ്റ്റെപ്പിലെത്തും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു പോയി. എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാനും എൻ്റെ പാരൻസിൻ്റെ കൂടെ 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ ആലുവ ശിവരാത്രി കാണാൻ വേണ്ടി വരുമായിരുന്നു. അന്നൊക്കെ ആലുവ ശിവരാത്രി കണ്ടില്ലെങ്കിൽ എന്തോ നഷ്ടം പോലെയൊക്കെയായിരുന്നു. ശിവരാത്രിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കരയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എന്തായാലും ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു നല്ല കാലമായിരുന്നു. അതൊക്കെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈഫിൽ എല്ലാവരും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ആലുവ ശിവരാത്രി. ഒരിക്കലെങ്കിലും നിങ്ങൾ വരിക. പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചങ്ങാടം കയറിയൊക്കെ വരണമായിരുന്നു. ഇന്നിവിടെ പാലമൊക്കെ വന്നിട്ടുണ്ട്, വളരെ ഈസി ആയിട്ടൊക്കെ വരാൻ പറ്റും. കുറേ കഴിയുമ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മാറും, ശിവരാത്രി തന്നെ ഇല്ലാണ്ടാവും. പിന്നെ നമ്മൾ മുത്തശ്ശി കഥകളിലൊക്കെ പറഞ്ഞ് കേട്ടേക്കുന്നത് പോലെ പണ്ട് ആലുവയിൽ ശിവരാത്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കേൾവിയായിട്ടൊക്കെ ഇത് മാറിപ്പോകും കേട്ടോ. അപ്പം ഇതിപ്പോൾ തീരാറായി, 1 മാസം ഉണ്ടാവുള്ളത്. തീരുന്നതിന് മുന്നേ എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ 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 ബൈ.